ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസസ് 2011 ആണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു രാജ്യത്തിന്റെ സെൻസസ് എടുക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും അതിൽ ഉൾപ്പെടും. അതായത് ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ, അവരുടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ്, ഈ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനും പറ്റും. അതാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ രാജ്യത്തിന്റെ തന്നെ ആളുകളുടെയും ആ ഒരു പോപ്പുലേഷന്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. സെൻസസിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യയിൽ സെൻസസ് കണ്ടക്ട് ചെയ്യുന്ന മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. 10 വർഷം കൂടുമ്പോഴാണ് സാധാരണ സെൻസസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി വാൾട്ടർ. ഹെൻറി വാൾട്ടർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1830 അദ്ദേഹം ധാക്ക സിറ്റിയുടെ സെൻസസ് എടുത്തു. ധാക്ക അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. സോ ധാക്ക സിറ്റിയുടെ സെൻസസ് എടുത്തു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സെൻസസ് കണ്ടക്ട് ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്ന് വിളിക്കുന്നത്, ഹെൻറി വാൾട്ടർ. Then first non-synchronous census in India in 1872. എന്താണ് നോൺ സിൻക്രോണസ് സെൻസസ് എന്ന് പറയുന്നത്? അതായത് ഡിഫറെന്റ് ടൈമിലാണ് ഡിഫറെന്റ് സിറ്റീസിൽ സെൻസസ് നടത്തിയത്. അതായത് ഒരു പ്രത്യേക പീരീഡിലാണ് ഈ സെൻസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഫസ്റ്റ് നോൺ സിൻക്രോണസ് സെൻസസ് എന്ന് പറയുന്നത്. ലോർഡ് മായോ ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ് ആ സമയത്ത് 1872. സോ ലോർഡ് മായോ 1872 ഫസ്റ്റ് നോൺ സിൻക്രോണസ് സെൻസസ് ഇൻ ഇന്ത്യ. ദെൻ ഫസ്റ്റ് സിൻക്രോണസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സെൻസസ് നടന്നത് എപ്പോഴാണ്? അത് ലോർഡ് റിപ്പൺ വൈസ്രോയ് ആയിരിക്കുന്ന സമയത്ത് 1881 നടന്നത്. ദെൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫസ്റ്റ് സെൻസസ് നടന്നത് 1951 1951 ഫെബ്രുവരി 9. ദെൻ സെൻസസ് 2011 പറ്റിയാണ് നമ്മളോട് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പം ഇൻഡിപെൻഡൻസിന് ശേഷം ഏഴാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളതോ 15ാമത്തെ. ഓക്കെ, ടോട്ടലി നോക്കുമ്പോൾ 15ാമത്തെ സെൻസസ് ആണ്. പക്ഷെ ഇൻഡിപെൻഡൻസിന് ശേഷം നോക്കുകയാണെങ്കിൽ 7ാമത്തെ സെൻസസ് ആണ്. 2011 ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരായിരുന്നു? സി ചന്ദ്രമൗലി. സോ സി ചന്ദ്രമൗലി ആയിരുന്നു 2011 ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ. ഇന്ത്യയിലെ സെൻസസ് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത് ഓഫീസ് ഓഫ് രജിസ്ട്രാർ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണ്. ഓഫീസ് ഓഫ് രജിസ്ട്രാർ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണ് ഇന്ത്യയിലെ സെൻസസ് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ദെൻ പ്രസന്റ് സെൻസസ് കമ്മീഷണർ, ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? എം കെ നാരായൺ. ഓക്കെ, എം കെ നാരായൺ ഇസ് ദ പ്രസന്റ് സെൻസസ് കമ്മീഷണർ. സോ ഇനി നമുക്ക് 2011 സെൻസസിനെ കുറിച്ച് നോക്കാം. ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 1.21 ബില്യൺ ആണ്. 2011 സെൻസസ് പ്രകാരം 1.21 ബില്യൺ പീപ്പിൾ ആണ് ഇന്ത്യയിൽ ഉള്ളത്. അതെന്താണ്? വേൾഡ് പോപ്പുലേഷന്റെ 17.5% ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, വേൾഡ് പോപ്പുലേഷന്റെ 17.5% ആളുകൾ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പൊ നമുക്കറിയാം ഇപ്പം ഇന്ത്യ എന്താണ്? പോപ്പുലേഷന്റെ കാര്യത്തിൽ ഫസ്റ്റ് ആണ്. ഓക്കെ, നമ്പർ 1 പൊസിഷനിലാണ് ഉള്ളത്. അപ്പൊ 2011 നോക്കിയപ്പം വേൾഡിന്റെ 17.5% പോപ്പുലേഷനും നമ്മുടെ ഇന്ത്യയിലായിരുന്നു. മെയിൽ പോപ്പുലേഷൻ എത്രയാണ്? 51.47% മെയിൽ പോപ്പുലേഷൻ ആണ്. ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 48.53% ആണ്. അപ്പൊ മെയിൽ പോപ്പുലേഷൻ ആണ് ഫീമെയിൽ പോപ്പുലേഷനേക്കാളും കൂടുതലായിട്ടുള്ളത്. ഇനി നമ്മൾ ഡെക്കേഡ് വൈസ് നോക്കുമ്പോൾ, അതായത് 2001 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2011 സെൻസസിൽ നമുക്ക് മനസ്സിലായ കാര്യം, പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എത്ര ഇൻക്രീസ് ചെയ്തു? 17.64%, 17.64% 2001 അപേക്ഷിച്ച് 2011 വരുമ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? വർഷത്തിന്റെ ഗ്രോത്ത് റേറ്റ് നിരക്ക് എത്രയാണ്? 1.64% ആണ് വർഷത്തിലെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ്. ഇനി നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം.
ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. യൂണിയൻ ടെറിട്ടറി വരുമ്പം അത് ഡൽഹിയാണ്. ഡൽഹിയാണ് യൂണിയൻ ടെറിട്ടറികളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് അത് സിക്കിമാണ്. സിക്കിമാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ്. അതേപോലെ യൂണിയൻ ടെറിട്ടറിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ലക്ഷദ്വീപാണ്. ഓക്കെ, ലക്ഷദ്വീപാണ് ടോട്ടൽ പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞ യൂണിയൻ ടെറിട്ടറി. അടുത്തതാണ് വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഹൈയസ്റ്റ് ആയിട്ടുള്ളത് മേഘാലയയിലാണ്. യൂണിയൻ ടെറിട്ടറി ദാദ്ര ആൻഡ് നാഗർ ഹവേലിയാണ്. ഓക്കെ, ഏറ്റവും ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മേഘാലയ. കുറവ് കാണിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് നാഗാലാൻഡ് ആണ്. ഓക്കെ, കുറവ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് നാഗാലാൻഡ് ആണ്. യൂണിയൻ ടെറിട്ടറിയുടെ കാര്യത്തിൽ അത് ലക്ഷദ്വീപാണ്. ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപിനെ എവിടെയൊക്കെ കണ്ടു? ടോട്ടൽ പോപ്പുലേഷനിൽ ലോവസ്റ്റ് ഉള്ള യൂണിയൻ ടെറിട്ടറിയും കണ്ടു, അതുപോലെ ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിൽ ലോവസ്റ്റ് ഉള്ള യൂണിയൻ ടെറിട്ടറിയും കണ്ടു. അടുത്തതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആളുകൾ ജീവിക്കുന്നു, എത്ര ആളുകൾ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്നു, ആ ഒരു ഡാറ്റയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഇന്ത്യന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്? 382 പെർ സ്ക്വയർ കിലോമീറ്റർ. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 382 ആളുകൾ വസിക്കുന്നുണ്ട്. അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ദെൻ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയാണ്? ബീഹാറിൽ നോക്കാം, 1102 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ജീവിക്കുന്നുണ്ട്. യൂണിയൻ ടെറിട്ടറിയോ? അത് ഡൽഹിയാണ്. ഓക്കെ, ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഇനി ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് എവിടെയാണ്? അരുണാചൽ പ്രദേശ് ആണ്. നോക്ക്, അരുണാചൽ പ്രദേശിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 17 ആളുകൾ മാത്രമേ ഉള്ളൂ. അതേസമയം ബീഹാറിൽ 1102 ആളുകളുണ്ട്. ആ ഒരു വ്യത്യാസം വളരെ വലിയ വ്യത്യാസം തന്നെയാണ്. നോക്ക്, അപ്പം ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് ആരാണ്? എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലാണ്. ദെൻ യൂണിയൻ ടെറിട്ടറിയോ? അത് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് ഏറ്റവും ലോ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള യൂണിയൻ ടെറിട്ടറി. അടുത്തത് സ്കെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ ST പോപ്പുലേഷൻ എത്രയാണ്? 16.6%. ഓക്കെ, 16.6% ST പോപ്പുലേഷൻ. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സ്കെഡ്യൂൾഡ് ട്രൈബിനെ കാണുന്നത്. ഓക്കെ, മധ്യപ്രദേശിലാണ് ST പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് അത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ ST പോപ്പുലേഷൻ വളരെ കുറവാണ്, അവിടെ തീരെ ഇല്ല. അടുത്തത് SC പോപ്പുലേഷൻ. ഓക്കെ, സ്കെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ 8.6% ആണ് സ്കെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ. അപ്പൊ ഈ എല്ലാ ഡാറ്റാസും ഇമ്പോർട്ടന്റ് ആണ്. SCയും STയും മാറിപ്പോവുകയും ചെയ്യരുത്. ഉത്തർപ്രദേശിലാണ് SC പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവുള്ളത് മിസോറാമിലാണ്. അപ്പോൾ ST പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ്. SC പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത് അത് ഉത്തർപ്രദേശിലാണ്. ദെൻ അർബൻ പോപ്പുലേഷൻ. നഗരമേഖലയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എവിടെയാണ്? മഹാരാഷ്ട്ര. ആ മുംബൈ സിറ്റി ഒക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഒരുപാട് സെലിബ്രിറ്റീസും ഒക്കെ ഉള്ളത് എവിടെയാണ്? ആ പട്ടണത്തിലാണ് അല്ലെ? അത് മുംബൈയിലാണ് അല്ലെ ബോളിവുഡ് ഒക്കെ ഉള്ളത്. അപ്പം മുംബൈ പട്ടണം ഉള്ളത് മഹാരാഷ്ട്രയിലാണല്ലോ. അപ്പൊ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ളത്. ലോവസ്റ്റ് ആയിട്ടുള്ളത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിലാണ് ലോവസ്റ്റ് അർബൻ പോപ്പുലേഷൻ. അതേപോലെ നമുക്ക് 31.2% ആളുകൾ മാത്രമാണ് എവിടെ ജീവിക്കുന്നത്? നഗരങ്ങളിൽ ജീവിക്കുന്നത്. ബാക്കി നോക്ക് 68.84% ജീവിക്കുന്നത് എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ്. ആ റൂറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലാണ്. അപ്പൊ ഗ്രാമീണ മേഖലയിലെ 68.84% ആളുകളാണ് ജീവിക്കുന്നത്. അതിൽ ഹയസ്റ്റ് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ് റൂറൽ പോപ്പുലേഷൻ? അത് ഉത്തർപ്രദേശിലാണ്. ലോവസ്റ്റ് സിക്കിം. ഓക്കെ, റൂറൽ പോപ്പുലേഷൻ ഹയസ്റ്റ് ഉത്തർപ്രദേശ്, ലോവസ്റ്റ് സിക്കിം. അടുത്തത് നമുക്ക് റിലീജിയൻ വൈസ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 79.8% ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, ഹിന്ദുസിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 79.8% ആണ്. മുസ്ലിംസിന്റെ പോപ്പുലേഷൻ എത്രയാണ്? 14.2% ആണ്. മുസ്ലിം പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് 14.2% അക്കോർഡിംഗ് ടു സെൻസസ് 2011. ക്രിസ്ത്യൻ പോപ്പുലേഷൻ 2.3%, സിഖ് 1.7%,
ബുദ്ധിസ്റ്റ് 0.7%, ജെയിൻ 0.4% ആൻഡ് അതർ റിലീജിയൻസ് 0.7%. അപ്പൊ നമ്മളോട് ഇതിന്റെ ഓർഡർ ഒക്കെ ചോദിക്കും, അതുകൊണ്ട് ഈ ഓർഡർ ഒക്കെ പഠിച്ചു വെക്കണം. ഹിന്ദു പോപ്പുലേഷൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. ദെൻ സെക്കൻഡ് ഹയസ്റ്റ് മുസ്ലിം പോപ്പുലേഷൻ ആണ്. തേർഡ് ഹയസ്റ്റ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണ്. ഫോർത്ത് ഹയസ്റ്റ് സിഖ് പോപ്പുലേഷൻ ആണ്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അടുത്തത് ചൈൽഡ് പോപ്പുലേഷൻ. ചൈൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 വയസ്സിലും താഴെയുള്ള കുട്ടികളെയാണ് ചൈൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ബീഹാറിലാണ്. അത് ലോവസ്റ്റ് ആയിട്ടുള്ളത് സിക്കിമിലാണ്. ഓക്കെ, ബീഹാറിലാണ് കൂടുതൽ ചൈൽഡ് പോപ്പുലേഷൻ ഉള്ളത്. ദെൻ അഗ്രികൾച്ചറൽ ലേബേഴ്സ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നമുക്കറിയാം ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സെന്റർ ആണ്. അപ്പൊ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ലേബറേഴ്സ് ഉള്ളത്. അതേപോലെ തന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ലേബേഴ്സ് എവിടെയാണുള്ളത്? അത് ലക്ഷദ്വീപിലാണ്. ഓക്കെ. ദെൻ ഹൗസ് ഹോൾഡ്സ് വിത്ത് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഹൗസ് ലക്ഷദ്വീപിൽ 99.6% ആളുകൾക്ക് വൈദ്യുതി ലഭിച്ചു വീട്ടിലേക്ക്. പക്ഷെ അതേസമയം ലോവസ്റ്റ് എവിടെയാണ്? ബീഹാർ. ബീഹാറിന്റെ കാര്യം നോക്കുക, 16.4% ആളുകൾ മാത്രമേ 2011 ഇലക്ട്രിഫൈഡ് ഹൗസിൽ ജീവിക്കുന്നുള്ളൂ. ദെൻ ഹൗസ് ഹോൾഡ്സ് വിത്ത് ടാപ്പ് വാട്ടർ, പുതുച്ചേരിയിലെ 96% ആളുകളുടെ വീട്ടിലും ടാപ്പ് വാട്ടർ അവൈലബിൾ ആണ്. ലോവസ്റ്റ് ഉള്ളത് എവിടെയാണ്? ബീഹാറിൽ. ഇതും ബീഹാറാണ് ലോവസ്റ്റ് നിൽക്കുന്നത്. ദെൻ ഹൗസ് ഹോൾഡ്സ് വിത്ത് ടോയ്ലറ്റ്സ്, ശൗചാലയം നോക്കുക, ചണ്ഡീഗഡിൽ എന്തുണ്ട്? 96.6%ഉം വീട്ടിൽ എന്തുണ്ട്? ടോയ്ലറ്റ്സ് ഉണ്ട്. അത് ലോവസ്റ്റ് ഉള്ളത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് ലോവസ്റ്റ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് വിത്ത് ടോയ്ലറ്റ്സ്. ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഹയസ്റ്റ് എവിടെയാണ്? കേരള. മെയിൽ ലിറ്ററസി റേറ്റ് ഹയസ്റ്റ് കേരള. അപ്പൊ കേരള ടോട്ടലിയും എന്താണ് ലിറ്ററസി റേറ്റ് കൂടുതലുള്ളതാണ്. അപ്പൊ അത് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറവുള്ളതാണ്. ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഏറ്റവും കുറവുള്ളത് രാജസ്ഥാനിലാണ്. ഓക്കെ, രാജസ്ഥാനിലാണ് ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഏറ്റവും കുറവുള്ളത്. അതേസമയം മെയിൽ ലിറ്ററസി റേറ്റ് ഏറ്റവും കുറവുള്ളത് ബീഹാറിലാണ്. ഓക്കെ, മെയിൽ ലിറ്ററസി റേറ്റ് കുറവുള്ളത് ബീഹാറിലാണ്, ഫീമെയിൽ ലിറ്ററസി റേറ്റ് കുറവുള്ളത് രാജസ്ഥാനിലാണ്. അടുത്ത ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. 1921 നമ്മൾ എന്ത് വിളിക്കും? ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. അതെന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ 1921 എയ്തർ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ സ്ലോവർ ആയിരുന്നു, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തേ ഇല്ല, സ്റ്റാറ്റിക് ആയിരുന്നു. നമുക്ക് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് കാണുന്നില്ല. അതുകൊണ്ടാണ് 1921 എന്ത് വിളിക്കുന്നത്? ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സെൻസസിനെ പറ്റി പഠിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.